കിട്ടി കിട്ടി അല്ല ചോദിച്ചു മേടിച്ചു. അനുമോൾക്ക് ഇന്നലെ ലാലേട്ടൻ നല്ല രീതിയിൽ കൊടുത്തു പൊന്നാര മക്കളെ. പൊന്നുമക്കളെ, കോമഡി അതല്ല, നമ്മുടെ സമ്മർ മീഡിയ പൊട്ടിക്കരയുകയാണ്. ഇന്നലെ ലാലേട്ടൻ അനുമോൾക്ക് ബിരിയാണി കൊടുത്തപ്പോൾ നമ്മുടെ സമ്മർ മീഡിയ കരയുകയാണ്. സമ്മർ മീഡിയയുടെ തംബ്നെയിൽ ഇന്ന് ജയിച്ചത് അനു, കല്ലുപോലെ ഉറച്ചത്. പൊന്നാര സമ്മറളിയ, ഒരു കാര്യം പറയുകയാണ്, നീ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. നീ ഒരു പക്ഷേ ലക്ഷങ്ങളായിരിക്കും അനുമോളുടെ കയ്യിൽ നിന്ന് മേടിച്ചത്, നിന്നെ പൊക്കി പറയാമെന്നൊക്കെ പറഞ്ഞ്. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് വലിയൊരു ചതിയാണ് പൊന്നാര സമ്മറെ. അനുമോളെ പോലെ ജയിക്കണമെന്ന് കരുതിയാണ് അവിടെയുള്ള 20 പേരും ഗെയിം കളിക്കുന്നത്. അപ്പോൾ അവരൊക്കെ റിസ്ക് എടുത്തിട്ടാണ് ഗെയിം കളിക്കുന്നത്. പൊന്നാര ചങ്ങായി, തന്തക്ക് പറക്കാത്ത പണി നീ എന്തിനാണ് എടുക്കുന്നത് സമ്മർ മീഡിയ? അതായത് അവളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ബാക്കിയുള്ളവരും അവളെപ്പോലെ ഗെയിം കളിക്കുന്നില്ലേ അവിടെ? ഇവളെ മാത്രം പൊക്കി പറയുകയാണ് ഈ സമ്മർ മീഡിയ. എന്തിനാണ്? മേടിച്ച പൈസക്ക് നന്ദി കാണിക്കുകയാണ്. എത്ര മേടിച്ചു എന്ന് എനിക്കറിയില്ല. ഓക്കെ, ഞാൻ എനിക്കറിയുന്ന വലിയ വലിയ യൂട്യൂബേഴ്സിനോട് ഇതിനെക്കുറിച്ച് ഞാൻ കാര്യം ചോദിച്ചിട്ടുണ്ട്. എന്തെങ്കിലും നിർണായകമായ തെളിവ് എൻ്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയി കേസ് കൊടുക്കും സമ്മർ മീഡിയക്ക്. കാരണം അങ്ങനെ ചെയ്യാൻ പാടുള്ളത് തെറ്റാണ് സമ്മർ മീഡിയ ചെയ്യുന്നത്. നിങ്ങൾ തന്നെ ചിന്തിക്കണം, 10-20 പേരുള്ള ഒരു ഷോ ആണ്. അവിടെ എല്ലാവരും ജയിക്കാനായി പോകുമ്പോൾ ഇവനെപ്പോലെ ഉളുപ്പില്ലാത്തവർ പൈസക്ക് വേണ്ടി അനുമോളെ മാത്രം പൊക്കി പറയുന്നു. ഇത് തെറ്റല്ലേ? കഴിഞ്ഞ ദിവസങ്ങളിലാണ് സമ്മർ മീഡിയയെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ ഇവൻ വലിയൊരു നാറി എന്നുള്ള വലിയ സത്യം ഞാൻ മനസ്സിലാക്കിയത്. ഓക്കെ, ഇഷ്ടം പോലെ പൈസ ഒരു കോണ്ടന്റിന് ഇത്ര എന്ന് ചോദിച്ച് വാങ്ങുന്നവനാണ് ഈ സമ്മർ മീഡിയ. അതിനുശേഷമുള്ളവൻ ഈ ചെങ്ങയ്യാണ്, ദ ഗല്ലി ബ്രോ, നാണവും മാനവും ഇല്ലാത്തവൻ. ഇവന്റെ വോട്ടിംഗ് റിസൾട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാ ദിവസവും അനുമോൾ 1-ാം സ്ഥാനത്ത്, ഇവൻ അങ്ങ് ഇട്ടുകൊടുക്കുകയാണ്. ഒരു കാര്യം പറയുകയാണ്, ഇവന്റെ വോട്ടിംഗ് റിസൾട്ട് എന്ന് പറയുന്നത് ഒരു ഉറപ്പില്ലാത്ത വോട്ടിംഗ് ആണ്. ഓക്കെ, അതായത് ഒരു ദിവസം 10 തവണയാണ് ഇവൻ റിസൾട്ട് പറയുന്നത്. ഒരു കാര്യം പറയുകയാണ്, നമുക്ക് ഹോട്ട്സ്റ്റാറിൽ വോട്ടിടാനുള്ള അവസരം കിട്ടുന്നത് 2 തവണയല്ലേ, രാത്രിയും പകലും. ഇവൻ എങ്ങനെയാണ് 10 തവണ റിസൾട്ട് പറയുന്നത്? വ്യൂസ് കിട്ടുന്നതെന്ന് ഉറപ്പാണ്. ഓക്കെ, എല്ലാ തവണയും അനുമോൾ 1-ാം സ്ഥാനത്ത്. പച്ചക്കള്ളം പറയുകയാണ്. ഇന്നലെ നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ പറയുകയാണ്, അതായത് സായി ബിഗ് ബോസിൽ പോയ ഒരാളാണ്, സായിക്ക് അത്യാവശ്യം ടച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. സായി വിളിച്ചു ചോദിക്കുമ്പോൾ അവിടെ പറയുകയാണ്, ഈ 1.5 ആഴ്ച ആയിട്ട് അനുമോൾക്ക് വോട്ടില്ല, അടുത്ത 2 ആഴ്ചക്കുള്ളിൽ അനുമോൾ പുറത്താവാനാണ് സാധ്യത എന്നാണ് സായി കൃഷ്ണക്ക് കിട്ടിയ, സീക്രട്ട് ഏജന്റിന് കിട്ടിയ ഒരു വാർത്ത. ഈ ചെങ്ങായി ഗല്ലി ബ്രോ എല്ലാ ദിവസവും വോട്ടിങ്ങിൽ 1-ാം സ്ഥാനം അനുമോൾ എന്ന് പറയുന്നു. എന്താണ്? ഇഷ്ടം പോലെ പൈസ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ പറയും 1-ാം സ്ഥാനം അനുമോൾ എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്താൽ എന്താണ് പ്രശ്നം? പൊന്നുമക്കളെ, കൂടുതൽ കുടുംബ പ്രേക്ഷകർ എന്താണ് വിചാരിക്കുന്നത്? അനുമോൾ ഇത്ര വൃത്തികേട് ചെയ്തിട്ടും 1-ാം സ്ഥാനത്ത് അനുമോളല്ലേ ഉള്ളത്, അപ്പോൾ അനുമോൾ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഉണ്ടാവും, ഞങ്ങളും അനുമോൾ കൂട്ടിടാമെന്ന് വിചാരിച്ച് അനുമോളിന് വോട്ട് കിട്ടുകയാണ് ഈ ഗല്ലിൻ്റെ ഒക്കെ വീഡിയോ കണ്ടിട്ട്. പൊന്നാര മോനെ, ഒന്നെങ്കിൽ പണിയെടുത്ത് ജീവിക്കണം. ഇങ്ങനെയൊക്കെ PR ചെയ്ത് ജീവിക്കുന്നത് നല്ലത്. തൂങ്ങിച്ചാവുന്നതാണ്. സമ്മറിനോട് ഈ ഗല്ലിനോടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അതായത് വലിയ കഷ്ടമാണ് പൊന്നാര മക്കളെ. എല്ലാവരും ജയിക്കാൻ വേണ്ടിയല്ലേ പോകുന്നത്. ഇവർ അനുമോളുടെ കയ്യിൽ നിന്ന് ഇഷ്ടം പോലെ പൈസ വാങ്ങിച്ചിട്ട് അനുമോൾക്ക് പൊക്കി പറയുകയാണ്. നാണവും മാനവും ഇല്ലാത്തവൻ സമ്മർ മീഡിയ ആണ്. ഓക്കെ, ഇന്നലെ ന്യായീകരിക്കുകയാണ്. അനുമോൾ പറഞ്ഞതൊക്കെ ശരിയെന്ന് പറഞ്ഞ് ന്യായീകരണവുമായി സമ്മർ വന്നിരിക്കുകയാണ്. അവൻ്റെ കർണത്തെ കൊന്ന് വെക്കാനാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നലെ അനുമോൾ, ലാലേട്ടൻ ചോദിക്കുകയാണ് അനുമോളോട്, അനുമോളെ നീ കണ്ടോ? ബാബ അനുമോളെ നീ കണ്ടോ? ബബ കളിക്കുകയാണ്. നാണവും മാനവും ഇല്ലാത്ത ഒരു ഐറ്റാണ് ഈ അനുമോൾ. എല്ലാ ദിവസവും അവൾക്കൊരു പ്രശ്നം, എന്നെ മറ്റേതായി നോക്കുന്നു, അക്ബറിൻ്റെ നോട്ടം ശരിയില്ല, ബാക്കിയുള്ള ആണുങ്ങളുടെ നോട്ടം ശരിയില്ല. സത്യം പറഞ്ഞാൽ ഈ അനുമോളെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, അവിടെ ഈ മറ്റതിൻ്റെ, അതായത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഈ അനുമോൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്രശ്നം അനുമോൾക്ക് മാത്രമാണുള്ളത്. അനുമോൾക്ക് ഒരു ആണിനെ കെട്ടിപ്പിടിക്കാൻ ഒരു പക്ഷേ തോന്നുന്നുണ്ടെങ്കിൽ ആരെങ്കിലും കമ്പനിയാക്കി കെട്ടിപ്പിടിച്ചോ. ഇല്ലാത്ത കാര്യം എന്തിനാണ് അനുമോളെ നീ പറയുന്നത്? ഇവളെ പൊക്കി പറയാൻ ഈ സമ്മറും. അവനൊന്നും ഞാൻ പറയുന്നില്ല. അത്ര പൈസ മേടിച്ചിട്ട് പാവം ഉള്ളവരുടെ കരിയർ നശിപ്പിക്കുകയാണ് ഈ സമ്മർ മീഡിയ. ഇവനൊക്കെ കേസ് എടുക്കണമെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഓക്കെ, പിന്നീടാണ് പൊന്നുമക്കളെ മസ്താനി എന്ന് പറഞ്ഞ, ഇന്നലെ അപ്പാന് ശരത്ത് പുറത്തു പോകുമ്പോൾ ഇവളുടെ പട്ടി ഷോ, അങ്ങനെ തന്നെ ഞാൻ പറയുകയാണ്. മസ്താനിയുടെ പട്ടി ഷോ ആണ് പൊന്നുമക്കളെ ഇന്നലെ കണ്ടത്. അവൾ വന്ന് ഒരാഴ്ചയായി. ഞാനൊരു കാര്യം പറയുകയാണ്, ബിഗ് ബോസ് എന്ന് പറയുന്ന മഹാ പ്ലാറ്റ്ഫോമിൽ ഒരാൾ ഔട്ടാവുകയാണെങ്കിൽ നമുക്ക് വേദന ഇല്ലെങ്കിലും ഒന്ന് അഭിനയിച്ചൂടെ? ഓ പോയോടാ, സോറിടാ,
ഇതെന്നലെ മസ്താനി നന്ദിയുണ്ട് കേരള പ്രേക്ഷകരെ, നന്ദിയുണ്ട്, ഇവനെ പുറത്താക്കിയത് നന്ദിയുണ്ട്. ഒരു കാര്യം മസ്താനിയോട് പറയുകയാണ്, ഈ ആഴ്ച നീ നോമിനേഷനിൽ ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോ നീ പുറത്തേക്കാണ്. ഓക്കെ, ഇവരൊക്കെ എങ്ങനെയാണ്? ബിഗ് ബോസിനോട് ഒരു കാര്യം ചോദിക്കുകയാണ്, ആൾക്കാരെ സെലക്ട് ചെയ്യുമ്പോൾ ഇത്തിരിയെങ്കിലും ചിന്തിച്ചൂടെ? ഇവളെപ്പോലെ ഒരു വിലയില്ലാത്തവരെയാണല്ലോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്. ഇഷ്ടം പോലെ ചുണക്കുട്ടികളുണ്ട് ഞങ്ങളെപ്പോലെയുള്ളവർ. നിങ്ങളൊന്ന് വിളിച്ചു നോക്കൂ, ആണത്തത്തോടെ ഞങ്ങൾ കളിച്ച് കാണിക്കാം. നിലവിലൊരു കാര്യം പറയുകയാണ് പൊന്നാര മക്കളെ, ഗെയിം എന്ന് പറഞ്ഞ് ഇത്തിരിയെങ്കിലും കളിക്കുന്ന ഒരു 5 പേര് ടോപ്പ് 5-ൽ എത്താൻ ഈ സീസണിൻ്റെ ഒരു പ്രത്യേകത, മികച്ച മത്സരാർത്ഥികൾ ഒന്നുമില്ല. ഓക്കെ, ഉള്ളതിൽ വെച്ച് മെച്ചം ഞാനൊരു 5 പേര് പറയാം. 1-ാം സ്ഥാനത്ത് നമ്മുടെ അനീഷ്, 2-ാം സ്ഥാനത്ത് നമ്മുടെ ഷാനവാസ്, 3-ാം സ്ഥാനത്ത് അക്ബർ, 4-ാം സ്ഥാനത്ത് ഗിസൈൽ, 5-ാം സ്ഥാനത്ത് നെവിൻ. ഇവരേ ഉള്ളോ, ബാക്കിയൊക്കെ വേസ്റ്റാണ്. ഇവർ നല്ല ഗെയിമറാണോ എന്ന് ചോദിച്ചാൽ അല്ല. അതായത് ഈ സീസണിൽ ഉള്ളതിൽ വെച്ച് മെച്ചം, അങ്ങനെ ഞാൻ പറയുകയാണ്. ഒരു സെലക്ഷനും ഇല്ലാത്ത ബിഗ് ബോസ് വൈൽഡ് കാർഡെങ്കിലും നല്ലൊരു വൈൽഡ് കാർഡിന് അങ്ങോട്ട് കയറ്റുമെന്നാണ് ഞാൻ പേഴ്സണലി വിചാരിച്ചത്. ഒരു ഗുണവും ഇല്ലാത്ത ജിസിനെ പോലെയുള്ളവരെയാണ് അങ്ങോട്ട് കയറ്റിയത്. എന്താണ് ബിഗ് ബോസ് ഇതിൽ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അനുമോൾ PR നമ്മുടെ സമ്മർ മീഡിയ പൊട്ടിക്കരയുകയാണ്. കരഞ്ഞ് എവിടം വരെ എത്തുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഏതാണ് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.